ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 2 വാളമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ കറി വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചെറിയുള്ളി ചതച്ചത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പിലയും, പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തക്കാളി ചേർക്കാം. അപ്പോൾ 3-4 ചുള കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ അരപ്പ് ചേർക്കാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഈ അരപ്പ് ചേർത്ത് കറി വയ്ക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ 1-ാം പാലും 2-ാം പാലും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ മീനായ കാരണം നമുക്കത് മുറിച്ചെടുക്കാം കേട്ടോ. നീളത്തിൽ നല്ല ഫ്രഷ് മീനായിരുന്നു അതാട്ടോ. നമുക്ക് എപ്പോഴും കറി വയ്ക്കുമ്പോൾ നല്ല ഫ്രഷ് മീനാണെങ്കിൽ നമ്മുടെ കറി നല്ല ടേസ്റ്റായിരിക്കും. കുറച്ചിങ്ങനെ പഴകിയ മീനൊക്കെയാണെങ്കിൽ നമ്മൾ എത്ര റിസ്ക് എടുത്ത് കറി വെച്ചാലും ആ കറിക്കൊരു ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് 5-6 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിലൊരു 2-3 പീസ് നമ്മൾ വറുക്കാനും മാറ്റി വയ്ക്കേണ്ടത്. ഞാൻ വറുത്തത് കഴിക്കണില്ല. അപ്പോൾ പിള്ളേർക്കും ചേട്ടനും കൂടെ ഒരു 3 പീസ് മീൻ വറുത്തത് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ പ്രത്യേകിച്ച് അരപ്പൊന്നും ചേർക്കണില്ല. ഈ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണല്ലോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് 2 ഇല വേപ്പലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ വറുക്കാൻ. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൺകലം വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇത് പുതിയ കലം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമുക്ക് കുടിക്കും. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണയും ഓയിലും മിക്സ് ചെയ്ത് കറി വെക്കാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയിലാണ് കറി വെക്കണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറിയുള്ളി ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പലും എല്ലാം കൂടെ പച്ചമുളകും എല്ലാം കൂടെ മൂപ്പിക്കാൻ ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ ഉപ്പിടുകയാണെങ്കിൽ സോഫ്റ്റായിട്ട് മൂത്ത് കിട്ടും, അല്ല ഉപ്പിട്ടില്ലെങ്കിൽ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത അരപ്പും കൂടെ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി ആ പച്ച മണമൊക്കെ ഒന്ന് മാറോളം നമ്മൾ കുറച്ച് സമയമെടുത്ത് സിമ്മിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറും. നിങ്ങളെങ്ങനെയാണ് കറി വയ്ക്കണമെന്ന് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അതേ എല്ലാം നമ്മൾ മൂത്തിട്ട് അരപ്പൊക്കെ മൂത്ത് കുറച്ച് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും സമയം വെയിറ്റ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് വരുന്ന കറിക്ക് നല്ല സ്വാദായിരിക്കും. എത്ര ദിവസം എടുത്ത് വെച്ചാലും ചീത്തയാവില്ല. ചൂടാക്കാതെ വെക്കണമെന്നല്ല, കുറച്ച് ചൂടാക്കിയിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല കറി ഇരുന്ന് പഴകും തോറും മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ നമ്മൾ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തുട്ടാ. നാളത്തേക്കുള്ള മീൻ കറി ഇന്ന് വൈകുന്നേരത്തേക്ക് തന്നെ വെച്ച് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഉച്ചക്കലത്തേക്ക് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ കറി കുറുകിയ മീനിൽ പുളിയും ഉപ്പും എരിവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും മീൻ കറി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ മൂത്തതേ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശേഷം 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1-ാം പാൽ ഇത് കുറച്ചും കൂടെ മൂക്കട്ടെ എന്ന് വിചാരിച്ച് 1-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളയ്ക്കാൻ വിടുക കേട്ടോ. അപ്പോൾ ഇതേ അരപ്പ് മൂത്തൊന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യാൻ വെക്കണത്. അപ്പോൾ നമ്മൾ കൊച്ചിക്കാരിൻ്റെ എല്ലാ വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട്. ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കമൻറ്റിലൂടെ ഹായ് അറിയിക്കണം. അപ്പോൾ നമ്മളിത് അരപ്പൊക്കെ നല്ലോണം മൂത്ത് വന്ന് നല്ല കുടംപുളിൻ്റെ മണം നല്ല സ്മെല്ല് വരുന്നുണ്ട്. കുടംപുളിയുടെ കറി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. വാളംപുളിനേക്കാളും ഈ കുടംപുളി വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതേ നല്ലോണം അരപ്പൊക്കെ നല്ല മൂത്ത് വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ 2-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2-ാം പാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. ഗ്രേവി ആവശ്യത്തിന് ചാറായിട്ട് എടുക്കാം. 1-ാം പാൽ നമ്മൾ ആദ്യത്തെ പാലില്ലേ അത് കുറച്ചേ എടുക്കാവൂ. അതിൽ കൂടുതൽ ഒത്തിരി വെള്ളം മിക്സ് ചെയ്തിട്ട് എടുക്കരുത്. വെള്ളമില്ലാതെ നമ്മൾ അരക്കണ അരപ്പിലുള്ള ആ വെള്ളം മതി നമുക്ക് 1-ാം പാൽ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചാറ് ഒത്തിരി ഇങ്ങനെ ലൂസാവും. പിന്നെ നമ്മൾ മൂക്കുമ്പോഴല്ലേ ഉപ്പിട്ട് കൊടുത്തത്. പിന്നെ ഇത് കറി തിളച്ച് വരുമ്പോൾ കൂടെ ഒന്നും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മീനാണ്. ആ മുറിച്ച മാംസം കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നല്ല മാംസം കണ്ട ഫ്രഷായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിക്ക് ഇങ്ങനെ കറിയിലിട്ട് കൊടുക്കാം. കറി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം കുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് തിളയെ വന്നിട്ടുള്ളൂ. ഞാനപ്പോൾ ഒരു തക്കാളിയിൽ പകുതി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കഷ്ണങ്ങളായിട്ട്. നിങ്ങൾ ഇതേപോലെ വെച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ. കറി തക്കാളി ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെ ആ അവസാനം തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ തിളച്ച് കുറുകി കഴിഞ്ഞു.
നമ്മൾ ആദ്യം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് സിമ്മിൽ വെക്കാം കേട്ടോ. ഒന്നാം പാൽ ഒഴിക്കണ മുമ്പ് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തവി വെച്ച് ഇളക്കാതെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് അല്ല, ഒരു 2-3 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെയോ നമ്മൾ വീഡിയോ ഓണാകുമ്പോൾ ഇങ്ങനെ ബേജാറായിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ സംസാരിച്ചു പോകും. ഇതൊക്കെ കണ്ട് നിങ്ങൾ ക്ഷമിച്ച് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ സെറ്റായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തീ ഓഫാക്കി കഴിഞ്ഞിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്കിനി ചോറിൻ്റെ ഒപ്പം, നിങ്ങൾ വൈകുന്നേരമാണ് വെക്കണമെന്ന് വെച്ചാൽ രാവിലെ എടുക്കാം, ഉച്ചയ്ക്ക് എടുക്കാം, പിന്നെ ചപ്പാത്തിൻ്റെ ഒപ്പം, ഇടിയപ്പം, ദോശ, മീൻ കറി, ഇഡ്ഡലി എല്ലാത്തിൻ്റെ ഒപ്പം ഈ കറി നല്ലോണം ചേരും കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ ഒപ്പമൊക്കെ ഈ കറി ചേരും. അപ്പോൾ ഈ കറി വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിലുള്ള അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ടാറ്റാ ബൈ.